അപ്പൊ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ താജ്മഹൽ ഉണ്ടല്ലോ, താജ്മഹലും കയ്യേറാൻ പോവുകയാണ്. ഓക്കെ, താജ്മഹലിന്റെ അടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്, അത് മൂടി വെക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അകത്ത് എന്തുണ്ട്? അതിന്റെ അകത്താണ് നമ്മുടെ ശിവന്റെ ലിംഗം ഇരിക്കുന്നത് എന്നുള്ളതാ. ഇന്ത്യയിലുള്ള പള്ളികൾക്ക് അടിയിൽ മാത്രമാണ് ഈ ലിംഗം പൊന്തി വരിക. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോ RSS ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയില്ല. RSS എന്ന് പറയാൻ കഴിയില്ല, ഇവർക്കൊക്കെ തീവ്ര മനോഭാവമുള്ള ഒരു സംഘടന ഉണ്ടാവും, ഒരുപാട് സംഘടനകൾ ഉണ്ടാവും, അതങ്ങനെയാണ്. അപ്പൊ അത്തരം സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് കാലം ഒരുപാടായിട്ട് എങ്ങനെയെങ്കിലും ഇവിടെയുള്ള മുഴുവൻ മുസ്ലിം പള്ളികളും കൈകലാകണം, അതിനുള്ള പരിപാടിയായിരുന്നു. ഓക്കെ, ഇപ്പൊ 10-15 വർഷം മുമ്പുള്ള യൂട്യൂബ് വീഡിയോസ് അടക്കമുണ്ട്. നിങ്ങൾ താജ്മഹൽ ശിവക്ഷേത്രം എന്നൊക്കെ അടിച്ചു കൊടുത്ത യൂട്യൂബിൽ ഇങ്ങോട്ട് വരും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ, അപ്പൊ എത്ര കാലമായിട്ട് യൂട്യൂബ് തുടങ്ങിയ കാലം മുതലേ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളല്ല. ആദ്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ശിവക്ഷേത്രമാണ്, അതിന്റെ മുകളിലാണ് താജ്മഹൽ ഇരിക്കുന്നതെന്നാണ് ഒന്നാമത്തെ വാദം. അത് നമുക്ക് പൊളിച്ചു കൊടുക്കാം. രണ്ടാമത്തെ വാദം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, താജ്മഹൽ ഇരിക്കുന്ന സ്ഥലം ഒരു രാജാവ് ഉണ്ട് അത്രേ, ഒരു ഹൈന്ദവ രാജാവ്. അയാളുടെ പേരക്കിടാവിന്റെ പേരപ്പേര കിടാവ് വന്നിട്ടുണ്ട്. അവരാ പറഞ്ഞത് ഞങ്ങളുടെ സ്വത്താണ് എന്ന് പറഞ്ഞുകൊണ്ട്. രണ്ടും നമുക്ക് ഇത് ഷാജഹാൻ കൈക്കലാക്കി എന്നാ പറയുന്നത്. അപ്പൊ 2 കാര്യത്തിനും നമുക്കൊന്ന് ഒന്ന് തട്ടിക്കളിക്കാനുള്ള ഒരു സമയമായി എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം വീഡിയോസ് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ കാര്യങ്ങളും അന്വേഷിച്ചു പോവാറല്ലേ. ഓക്കെ, ഈ ഒരു വോയിസ് ഒന്ന് കേട്ട് നോക്കട്ടെ. താജ്മഹലിനെ കുറിച്ച് നടക്കുന്ന കോൺട്രവേഴ്സി അതിനെ കുറിച്ചിട്ടുള്ളതാണ്. താജ്മഹൽ പണ്ട് തേജു മഹാലെ എന്ന ശിവന്റെ ക്ഷേത്രമായിരുന്നു എന്ന കഥ. ചരിത്രകാരനായ PN ഓക്കാണ് മുഗൾ സാമ്രാജ്യത്തിന് മുൻപ് ഹിന്ദു രാജാക്കന്മാർ ഹിന്ദുസ്ഥാൻ ഭരിച്ചിരുന്നപ്പോൾ ശിവന്റെ ക്ഷേത്രമായിരുന്നു ആഗ്രയിൽ ആദ്യം ഉണ്ടായിരുന്നത് എന്ന് വാദിച്ചത്. ഈ വിചിത്രവാദത്തിന് കാരണമായി അദ്ദേഹം പറഞ്ഞ തെളിവുകൾ താജ്മഹലിന് മുകളിലെ താഴികക്കുടവും താജ്മഹലിന്റെ ഉള്ളിലെ ഡിസൈനുകളുമാണ്. ആർക്കിയോളജി വിദഗ്ധർക്ക് പോലും അത് ശിവന്റെ അമ്പലമായിരുന്നു എന്നതിന്റെ ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. എപ്പടി ഇருக்கு ഇവരിപ്പോ താഴികക്കുടം എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലിരിക്കുന്ന ആ സംഭവം ഇല്ലേ, ചന്ദ്രനും ആ ഒരു നക്ഷത്രമൊക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് ഇവരെന്താ കാണിക്കുന്നത്, ഇത് ശിവക്ഷേത്രമായിരുന്നു എന്ന് പറയുന്നത്. ഈ ശിവന്റെ തലയുടെ മുകളിൽ ഒരു ചന്ദ്രൻ ഉണ്ടാവല്ലോ, ആ ചന്ദ്രനാണ് അത് എന്നാ പറയുന്നത്. പക്ഷെ മുസ്ലിം പള്ളികളിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതേ ചന്ദ്രനെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. ഓക്കെ, വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് 2 ആളുകളുടെ ഇടയിൽ ആ ഒരു സംഭവം ഉണ്ട്, ഈ ഒരു കോമൺ ആയിട്ട്. ഇതിന് എല്ലാ ദൈവങ്ങളുടെ കാര്യം എടുക്കാൻ നോക്കുകയാണെങ്കിൽ, എല്ലാ മതത്തിലെ ദൈവങ്ങളെടുത്ത് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഒരു ചന്ദ്രനൊരു പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ചുവരിലുള്ള ചിത്രങ്ങളാണ് എന്നാ പറയുന്നത്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വാസ്തുവിദ്യകളിൽ ഏറ്റവും കിടലനായിട്ടുള്ള സാധനമാണ് നമ്മുടെ താജ്മഹൽ. അതിൻ്റെ ഉള്ളിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ അതോ ഇപ്പോഴും കളറൊന്നും മങ്ങിപ്പോകുന്നില്ല. അതൊക്കെ എന്തുകൊണ്ടാണ്? അതേപോലെ തന്നെ പല കാലാവസ്ഥയിലും പല രീതിയിലാണ്, പല കളറിലാണ് താജ്മഹൽ നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ ഉള്ളിലുള്ള കൊത്തുപണികൾ, ഇതിലൊക്കെ എന്തുണ്ട്? ശിവക്ഷേത്രമാണ് എന്ന് കാണിക്കേണ്ട അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടെന്നാ പറയാം. പക്ഷെ അത് കൃത്യമായിട്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒന്നൊന്നില്ല എന്ന് കണ്ടെത്താണ്. രണ്ടാമത്തെ കാര്യമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അടച്ചു വെക്കപ്പെട്ടിട്ടുള്ള ഒരു അറയുണ്ട് താജ്മഹലിൽ എന്നുള്ളതാണ്. അതിനെ കുറിച്ചൊന്ന് കേട്ടോട്ടോ. 22 രഹസ്യ റൂമുകൾ താജ്മഹലിന്റെ ബേസ്മെന്റിന്റെ ഉള്ളിലുണ്ട് എന്ന കാര്യം ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അവിടെ മുറികളുണ്ട് എന്നത് ശരിയാണ്. ചുമതകല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ആ ഭാഗം സത്യത്തിൽ രഹസ്യ മുറികളല്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എപ്പോഴും വൃത്തിയാക്കുന്ന ആ ഭാഗം ചില സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ട് ആളുകളെ അവിടേക്ക് കടത്തിവിടുന്നില്ല എന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ആ ഭാഗമാണ് താജ്മഹലിനെ ഇത്രയും വർഷങ്ങളായി ഒരു കേടുകൂടാതെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന് ചില ഗവേഷകർ പറയുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അടിയിൽ കുറെ മുറികൾ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അതിനുള്ളിലൊക്കെ എന്തുണ്ട്? ശിവന്റെ ഓരോ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കൂട്ടം ആളുകൾ. പക്ഷെ അവിടെ അന്ന് ഇന്ന് എന്നും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആ ഒരു കാര്യം അവിടെ വൃത്തിയാക്കാനും ക്ലീൻ ആക്കാനൊക്കെ പോണതാ. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇനി കൊണ്ടുവെക്കണമെങ്കിൽ ഒരു കൊണ്ടുവെക്കട്ടെ, അത് വേറെ കാര്യം. അപ്പൊ ചരിത്രത്തെ മുഴുവൻ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് യാതൊന്നുമില്ല. താജ്മഹലും കൂടി കൈവശപ്പെടുത്തണം. അതിനാണ് ഇവിടെ ലോക ചരിത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള, ഇന്ത്യ എന്ന പേര് കേൾക്കുമ്പോൾ ആളുകളിലേക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു സാധനം കൂടിയാണ്, ഒരു കെട്ടിടം കൂടിയാണ് ഈ പറയുന്ന താജ്മഹൽ. അപ്പൊ അതും കൂടി നശിപ്പിക്കണം, കയ്യിലാക്കണം അല്ലെ. ഓക്കെ, ഇപ്പൊ എന്തുകൊണ്ടാണ് അത്തരം അറകൾ അടിയിൽ വന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ചെറിയൊരു സാധനം പറഞ്ഞത്.
അതായത് അത്യാവശ്യം ചതുപ്പ് നിലത്താണ് താജ്മഹൽ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ന്യൂ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അത്തരം സ്ഥലങ്ങൾ ചതുപ്പ് നില ആണെങ്കിലും നിലത്തിന് ബലക്കുറവുണ്ടെങ്കിലും നമ്മൾ ആദ്യം പൈലിംഗ് നടത്തി അതിന്റെ അടിയിൽ പില്ലർ ഇട്ട് പൊക്കി 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 കൊണ്ടുവരും അല്ലെ. ഈ താജ്മഹലിന്റെ ബിൽഡിങ്ങിനും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ അടിത്തട്ട് കുറച്ച് ഇത് കുറവായതുകൊണ്ട് തന്നെ അവിടെ അടിത്തട്ട് മുതൽ അങ്ങ് നല്ല വൃത്തിയിൽ വേറെ സ്ഥലങ്ങളിൽ നിന്ന് മണ്ണൊക്കെ കൊടുന്ന് ടൈറ്റാക്കി കൊണ്ടുവന്നു അങ്ങനെ പില്ലറും കാര്യങ്ങളൊക്കെ വെച്ച് അതിന്റെ മുകളിലാണ് താജ്മഹൽ ഇരിക്കുന്നത്. അതായത് ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനും അതിന്റെ മുകളിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിയിലിരിക്കുന്നത് എന്താണ്? ശിവന്റെ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ, ഒരു രാജകുടുംബത്തിലുള്ള ഒരു രാജേച്ചി പറഞ്ഞൊരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടേതാണെന്നാന്ന് കേട്ടോക്കെ. जी बिल्कुल, वो जो जमीन थी वो उसकी जो वहाँ पर हमारे पास भी जो दस्तावेज है उसमें ये जो प्रॉपर्टी है ये पैलेस था और शाहजहां ने इस पे कब्जा किया और उस समय तो क्या है कि सरकार उन्हीं की थी। आज भी अगर कोई गवर्नमेंट अक्वायर करती है आपसे लैंड तो उसके बदले में मुआवजा देती है। तो താജ്മഹൽ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മുടെ ഷാജഹാൻ ചെന്നിട്ട് ഞങ്ങളുടെ മുതുമുത്തശ്ശന്റെ കയ്യിൽ നിന്ന് വാളൊക്കെ ചൂണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങളെയൊക്കെ ഒന്ന് കട്ടെടുത്ത് കൊണ്ടുപോയതാണ്. അത് ഞങ്ങളതാണെന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? രേഖകളുണ്ട്. ഓക്കെ, അപ്പോ ഹിന്ദു സേന എന്ന് പറഞ്ഞൊരു ടീം അപ്പുറത്ത് തല്ലുണ്ടാക്കുന്നുണ്ട്. ഇതാ രാജകുടുംബത്തിലെ രാജചേച്ചി വന്നിട്ട് ഞങ്ങളുടേതാന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പൊളിച്ചു കൊടുക്കണ്ടേ? അത് കേട്ടോക്കി. താജ്മഹൽ നിലകൊള്ളുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ജയ്പൂർ എന്നറിയപ്പെടുന്ന പ്രദേശമായ ആംബറിലെ കച്ച്വാഹ രാജ്പുത് ഭരണാധികാരികളുടെ പിൻഗാമിയും പ്രഗത്ഭനുമായ രാജ ജയ്സിംഗിന്റേതായിരുന്നുവെന്ന് ചരിത്ര രേഖകളിൽ കൃത്യമായി കാണാൻ സാധിക്കും. താജ്മഹൽ നിർമ്മിക്കാൻ യമുന നദിക്കരയിലുള്ള ഈ മനോഹരമായ പ്രദേശമാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി അദ്ദേഹം തിരഞ്ഞെടുത്തത്. എന്നിരുന്നാലും ഈ ഭൂമി രാജ ജയ്സിംഗിന്റെ ഉടമസ്ഥതയിലായിരുന്നു. ബലപ്രയോഗത്തിലൂടെ ഭൂമി പിടിച്ചെടുക്കുന്നതിന് പകരം ഷാജഹാൻ നയതന്ത്രം തിരഞ്ഞെടുത്തു. സഖ്യകക്ഷികളുമായുള്ള മുഗൾ ബന്ധത്തിന്റെ പരസ്പര ബഹുമാനവും സഹകരണവും പ്രകടമാക്കി ചക്രവർത്തിയും രാജ ജയ്സിംഗും തമ്മിൽ ഔപചാരികമായി ചർച്ച നടത്തി രാജ ജയ്സിംഗ് ഭൂമി പങ്കിടാൻ സമ്മതിച്ചു. പകരം ഷാജഹാൻ അദ്ദേഹത്തിന് ആഗ്രയിൽ മറ്റെവിടെയെങ്കിലും ഒരു വലിയ കൊട്ടാരം അനുവദിച്ചു കൊടുക്കണമെന്നായിരുന്നു കരാർ. ഈ സമാധാനപരമായ ഇടപാട് തങ്ങളുടെ കീഴുദ്യോഗസ്ഥരോട് നീതിപൂർവ്വം പെരുമാറുകയും അത്തരം ക്രമീകരണങ്ങൾ ഇരുകൂട്ടർക്കും പ്രയോജനകരമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന മുഗൾ രാജനയത്തെയാണ് എടുത്തു കാണിച്ചത്. ഐന അക്ബരി, പക്ഷനാമ തുടങ്ങിയ പ്രശസ്ത കൃതികൾ ഉൾപ്പെടെയുള്ള മുഗൾ കോടതിയുടെ രേഖകളിൽ ഈ കൈമാറ്റം സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രേഖകളിൽ ഭൂമി നിയമപരമായി ഏറ്റെടുത്തതാണ്, ബലപ്രയോഗത്തിലൂടെ അല്ല എന്നതിന് വ്യക്തമായി തെളിവുകൾ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോ അത് രാജാവിന്റെ അല്ല, അതേപോലെ തന്നെ ഈ പറയുന്ന ശിവക്ഷേത്രം ഇല്ല എന്നുള്ള കാര്യം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇവർക്ക് എന്ത് വേണം? തോണ്ടണം. അടി തോണ്ടി ലിംഗം അങ്ങ് പൊന്തിച്ചിട്ടാണ് നിർത്തണം. അതാണ് ഇവരുടെ അടുത്ത ലക്ഷ്യം. ഓക്കെ, ഏകദേശം 10 വർഷം മുമ്പ് ഒരു ന്യൂസ് ചാനൽ വന്നിട്ടുള്ള ഒരു ന്യൂസും കൂടി ഒന്ന് കേട്ടോ. केंद्र सरकार ने कहा है कि आगरा के ताजमहल के कोई हिंदू मंदिर होने के प्रमाण नहीं है। केंद्रीय संस्कृति मंत्री महेश शर्मा ने कल लोकसभा में एक सवाल के जवाब में ये लिखित उत्तर दिया। शर्मा से पूछा गया था कि आगरा की कोर्ट में एक केस चल रहा है जिसमें ताजमहल को हिंदू मंदिर घोषित करने की मांग की गई है। महेश शर्मा ने कहा कि उन्हें इसकी जानकारी है, लेकिन सरकार के पास ताजमहल के हिंदू मंदिर होने के कोई प्रमाण नहीं है. ഓക്കെ, അപ്പൊ പ്രമാണവും മറ്റു സാധനമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. ഇത് വളരെ സീരിയസ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പല പള്ളികളുടെ അടിയിൽ എന്തുണ്ട്? ശിവന്റെ ലിംഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ലിംഗം എല്ലാ ഇടങ്ങളിലും മുളച്ചു വരുന്ന ഒരു സാധനമാണ്. എല്ലാ പള്ളികളുടെ അടിയിൽ മാത്രം മുളയ്ക്കുന്നു. യഥാർത്ഥത്തിൽ അത് ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നിരുന്നെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെ. അപ്പൊ ഈ ശിവലിംഗവുമായി ബന്ധപ്പെട്ട് ഈ ലിംഗത്തിന് വേറൊരു കഥയൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പൊ ഞാനിവിടെ പറഞ്ഞിട്ട് നാണം കെടുത്തണില്ല ആരെ. അത് അറിയുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാനത് പറയുന്നില്ല. അല്ലാതെ തന്നെ നാണം കെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ അതും കൂടി പറഞ്ഞിട്ട് നാണക്കേട് കൂടുതലാക്കണ്ടല്ലോ. ഓക്കെ, അപ്പൊ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു കിടക്കുകയാണ് ഈ ലിംഗം. ഈ ലിംഗങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പള്ളികളുടെ അടിയിൽ മാത്രമായി കണ്ടുവരികയുള്ളൂ. ഒരിക്കലും ഒരു യഥാർത്ഥ ഒരു ക്ഷേത്രത്തിന്റെ അടിയിൽ ഈ സാധനം വരില്ല. അതുപോലെ ആരുമില്ലാത്ത കാടിന്റെ ഉള്ളിൽ വരില്ല, ആരുമില്ലാത്ത മരുഭൂമിയിൽ വരില്ല, ആരുമില്ലാത്ത പുഴയിൽ വരില്ല, ആരുമില്ലാത്ത സാഗരങ്ങളിൽ വരില്ല. ഇത് ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു ലിംഗം. പണ്ട് നമ്മൾ ജയ് ശ്രീറാം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു അല്ലെ. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ജയ് ശ്രീറാം എന്ന് കേൾക്കുമ്പോൾ വെളിച്ചം പോലും പേടിച്ചോടുന്ന രീതിയിൽ അയ്യോ അടി വരുന്നേന്ന് പറഞ്ഞ് ഓടുന്ന അവസ്ഥയിലേക്ക് മാറി. ഇപ്പൊ അത് അടുത്തത് ശിവക്ഷേത്രം, ശിവലിംഗം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് ആളുകൾ
അയ്യോ ഇതാ പോയേ, എന്റെ പള്ളി പോയേ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ക്രമസമാധാനം നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ഹനുമാൻ സേനയ്ക്കും വാനരസേനയ്ക്കും സുഗ്രീവ സേനയ്ക്കും അതേപോലെ ഒരുപാട് സേനകളുണ്ട്. ആ സേനകളുടെ ഒക്കെ പ്രധാന ലക്ഷ്യം എന്താ വെച്ചാ ഇവിടെ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞ സാധനമാണ്. അവിടെ നമസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവും, അതൊക്കെ തകർത്ത് തരിപ്പണാക്കിയിട്ട് അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുക. ഓക്കെ, ഇപ്പൊ നമുക്ക് അയോധ്യയുടെ അവസ്ഥയൊക്കെ അറിയാം, എല്ലാവരും വ്ളോഗ് ചെയ്യുന്നുണ്ട്. അയോധ്യയിലേക്ക് ഒരു ട്രെയിൻ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വൃത്തിഹീനമായ ഇത്ര വൃത്തികെട്ട ഒരു സ്ഥലം വേറെ ഇല്ല എന്നാണ് ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രമസമാധാനം നശിപ്പിക്കുക, വളരെ സന്തോഷത്തോടു കൂടിയിട്ടും സമാധാനത്തോടും കൂടിയിട്ടും നമസ്കരിച്ചിരുന്ന ഒരു പള്ളി ഇവരൊരു രഥയാത്ര തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞാൽ ചെന്ന് നശിപ്പിച്ച് പണ്ടാറടക്കിയിട്ട്, ഞാൻ ഇതിലൊക്കെ എന്ത് പറയണം മക്കളെ. അപ്പോ ആഗ്രയിലോട്ടാണ് അടുത്ത കണ്ണ്, താജ്മഹലിലോട്ടാണ് അടുത്ത കണ്ണ്. ആ കണ്ണ് എന്തായാലും 10 വർഷം മുമ്പ് തന്നെ കോടതി പൊളിച്ചടക്കിയ ഒരു സാധനമാണ്. അവിടെ അങ്ങനെ ഒരു സംഭവം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കോടതി ശരിവെച്ചു പോകുന്നൊരു കാര്യമാണ്. ഓക്കെ, 1991 ആക്ട് ഇനിയെങ്കിലും എന്റെ പൊന്നു സുപ്രീം കോടതി ജഡ്ജിമാരെ അതൊന്ന് കണ്ണു തുറക്ക്. നിലവിൽ ഇതൊരു ആക്ട് ഇവിടെ ഉണ്ട്, അത് ഇവിടെ നിയമസഭയിൽ പാസ്സാക്കിയ ഒരു ആക്ട് ആണ്, അതിന്റെ മുകളിലേക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കോടതിക്കറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള അമ്പലങ്ങളും പള്ളികളൊക്കെ അതേപോലെ തന്നെ തുടരാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് കോടതിയിലെ ജഡ്ജിമാരെ ഒന്ന് കണ്ണു തുറക്കണം. സമാധാന അന്തരീക്ഷം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ആളുകൾ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ ഊളത്തരങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യരുത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഞങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസം തകർക്കല്ലേ, ദയവ് ചെയ്ത് ക്രമസമാധാനം നശിപ്പിക്കല്ലേ. വേറെ ഒന്നും എനിക്ക് ഈ വിഷയത്തിൽ പറയാനില്ല. താജ്മഹലിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ പള്ളികളുടെ അടിയിൽ മാത്രം പൊന്തി പൊട്ടി മുളച്ചു വരുന്ന സുനകൾ, വേറെ എന്ത് പറയാനാ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.